ആരോപണമുയർന്നിട്ടും സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്ന് നടനും MLA-യുമായ മുകേഷിനെ മാറ്റാതെ സർക്കാർ. ആദ്യം മുതൽ തന്നെ മുകേഷ് കമ്മിറ്റിയിൽ അംഗമാണ്. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അഖിൽ ഷാ, മുകേഷ് ഈ നയരൂപീകരണ സമിതിയിൽ ഉള്ളതിനെ പറ്റി ഇപ്പോൾ എന്ത് വിമർശനമാണ് ഉയരുന്നത്? സിനിമാ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒരു സമിതി രൂപീകരിച്ചിരുന്നു. അതിലെ ചെയർമാൻ ഷാജി എൻ കർണാണ്. നേരത്തെ തന്നെ ഈ സമിതിയിലുണ്ടായിരുന്ന മഞ്ജു വാര്യറും അതുപോലെ ഈ രാജീവ് രവി അടക്കം നേരത്തെ ആദ്യഘട്ടത്തിൽ തന്നെ പിന്മാറിയിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ ചില വിവാദങ്ങൾ ഇതിന്റെ ഭാഗമായി ഉയരുന്നത്. നേരത്തെ മുകേഷ് അടക്കമുള്ളവർ മുകേഷും ഈ സമിതിയിൽ ഉള്ള ആളാണ്, ഇതിന്റെ അംഗമാണ്. പക്ഷേ ഇപ്പോൾ മുകേഷിന് നേരെ ഇത്രയധികം ആരോപണങ്ങൾ, രണ്ടിലധികം ആരോപണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മുകേഷിനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ള ഒരു ആവശ്യം ശക്തമാകുന്നത്. പ്രതിപക്ഷമടക്കം അതിൽ വലിയ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ സിനിമാ സെറ്റിലും അതുപോലെ തന്നെ ചാനൽ പരിപാടികളിൽ അടക്കം ഈ ആരോപണം നേരിടുന്ന വ്യക്തിയെ എന്തിനിങ്ങനെ സംരക്ഷിക്കണം, അദ്ദേഹത്തെ മാറ്റി ഈ സമിതിയിൽ നിന്ന് മാറ്റണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും പ്രതിപക്ഷത്തിന്റെയും അതുപോലെ തന്നെ യുവ സംഘടനകളുടെ ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ചാനലുകൾക്കിടയിലും ചാനൽ പരിപാടിക്കിടയിലും അതുപോലെ തന്നെ സിനിമാ സെറ്റിലും അടക്കം മുകേഷിന്റെ ഭാഗത്തു നിന്ന് ലൈംഗികമായ ചില ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് പല സ്ത്രീകളും നിലവിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ വെളിപ്പെടുത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം ഒരു ആരോപണം നേരിടുന്ന വ്യക്തിക്ക് എങ്ങനെ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ചതിന്റെ ഒരു നയം രൂപീകരിക്കാൻ നിയോഗിച്ച സമിതിയിൽ അംഗമാകാൻ കഴിയും എന്നുള്ളൊരു ചോദ്യമാണ് നിലവിൽ ഉണ്ടാകുന്നത്. എന്തായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധം ശക്തമാവുകയാണ്. ഈ പറയുന്ന യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും അടക്കമുള്ള ആളുകൾ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ മുകേഷും പ്രതിസന്ധിയിലാകുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ ഇനി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് വരേണ്ടത്. ഇത്തരം ആരോപണം നേരിടുന്ന ഒരു വ്യക്തിയെ മാറ്റി നിർത്തുന്നതാകും ഉചിതം എന്നുള്ളൊരു തീരുമാനമാകണം. മൊത്തത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും മുകേഷിനെ മാറ്റണം എന്നൊരു ആവശ്യം ശക്തമാകുന്നുണ്ട്. അത് സർക്കാരിനെയും അതുപോലെ തന്നെ ഈ സമിതിയെ അടക്കം സമ്മർദ്ദത്തിലാക്കുമെന്നുള്ളതിൽ തർക്കമില്ല. ശരി, ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ മാറ്റണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അഖിൽ ഷാ അൻസാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.